إذا ما شئت في الدارين تسعد فأكثر من الصلاة على محمد وإن شئت القبول في الدعوات فتختم بالصلاة على محمد إذا ما شئت في الدارين ഇരുലോകങ്ങളും ജയിക്കാൻ നിങ്ങൾ കരുതിയോ? ദുനിയാവ് ജയിക്കണോ നിങ്ങൾക്ക്? ആഖിറം ജയിക്കണോ നിങ്ങൾക്ക്? കച്ചവടം ജയിക്കണോ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷകൾ ജയിക്കണോ? നിങ്ങൾ മക്കളെ ജീവിതത്തിൽ ജയിക്കണോ? നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കണോ? നിങ്ങൾ ഇടപെടുന്ന ഏത് നല്ല കാര്യങ്ങളിലും, ദുനിയാവിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജയിക്കണോ? ആഖിറം ജയിക്കാൻ, ഖബർ ജയിക്കാൻ, സിറാത്ത് ജയിക്കാൻ, മഹ്ശറയിലെ മീസാൻ ജയിക്കാൻ, ഹൗദുൽ കൗസറിന്റെ ചാരയെത്തുമ്പോൾ വിജയികളായ ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വാഗതം ചെയ്യില്ലയോ? അവിടെ ഹൗദിന്റെ ചാരത്ത് ജയിക്കാൻ, അർശിന്റെ തണല് കിട്ടി ജയിക്കാൻ, അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ ആരെങ്കിലും ജയിക്കാൻ ഉദ്ദേശിക്കുന്നുവോ? ഇദാ മാ ശിഅത ഫിദ്ദാറൈൻ തസ്അദ് ഫഅക്തിർ മിനസ്സലാത്തി അലാ മുഹമ്മദ്. പുന്നാര നബി തങ്ങളുടെ പേരിൽ, പുന്നാര ഹബീബിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ, സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. അങ്ങനെ ഒരാൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അയാൾ ദുനിയാവിലും ജയിക്കും, അയാൾ ആഖിറത്തിലും ജയിക്കും. വഇൻ ശഇതൽ ഖബൂല ഫിദ്ദഅവാത് ഫതഖ്തിം ബിസ്സലാത്തി അലാ മുഹമ്മദ്. നിങ്ങൾ ദുആ ഇരക്കാറില്ലേ? നിങ്ങൾ പടച്ചവന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് എത്രയോ തവണ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം തന്നില്ലേ? ഉമ്മാ പെങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചില്ലേ? അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എത്രയോ കാലങ്ങളായി പ്രാർത്ഥിക്കുന്നു, എനിക്കുത്തരം ലഭിക്കുന്നില്ല, എനിക്കുത്തരം ലഭിക്കുന്നില്ല എന്ന് പരിഭവമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. വഇൻ ശിഅതൽ ഖബൂല ഫിദ്ദഅവാത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം തരണമോ? ഫതഖ്തിം ബിസ്സലാത്തി അലാ മുഹമ്മദ്, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് അവസാനം സ്വലാത്ത് ചൊല്ലുവീൻ. പ്രാർത്ഥനയുടെ ആദ്യം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവീൻ. പ്രാർത്ഥനയുടെ ആദ്യവും പ്രാർത്ഥനയുടെ അവസാനവും സ്വലാത്തിൽ നമ്മൾ വ്യാപൃതരാക്കണം. നിങ്ങളറിയുമോ, അല്ലാമാ ഖുശൈരി റഹിമഹുല്ലാ പറയുകയാണ്, ഒരു മനുഷ്യനെ ആഖിറത്തിൽ അയാളെ ഹാജരാക്കിയപ്പോൾ അയാൾ ഒരുപാട് പാപങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അയാളുടെ മീസാനിന്റെ തുലാസ് തിന്മയുടെ ഭാഗത്തിന് ഭാരം കൂടുതലാണ്. അന്നേരത്ത് ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്, ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നയാളാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ മനുഷ്യനുണ്ട്. അന്നേരത്തൊരു സുമുഖനായ ഒരു മനുഷ്യൻ അവിടെ ഹാജരായി. ഒരു സുമുഖനായ മനുഷ്യൻ അവിടെ ഹാജരായി. വഹസന ഖൽഖക് വമൻ അൻത, ഇയാളുടെ അടുക്കലേക്ക് ആ സുമുഖനായ സുന്ദരനായ മനുഷ്യൻ കടന്നു വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു കാട് പോലത്തൊരു സാധനമുണ്ട്, ഒരു കാട് പോലത്തൊരു വസ്തുവുണ്ട്, ഒരു പേപ്പറിന്റെ കഷ്ണമുണ്ട്. അത് തിന്മയുടെ തുലാസിൽ ഭാരം വർദ്ധിച്ച ഈ മനുഷ്യന്റെ തുലാസിലേക്ക് ആ ചെറിയ കാടി മനുഷ്യൻ വെച്ചപ്പോൾ അയാളുടെ മീസാനിന്റെ തുലാസിന്, നന്മയുടെ തുലാസിന് ഭാരം വർദ്ധിക്കുകയാണ്.
അന്നേരത്ത് അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല, ഈ പ്രതിസന്ധി നിർഭരമായ ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന നിങ്ങളാരാണ്? അന്നേരത്ത് പറഞ്ഞു, അനന്നബിയുക മുഹമ്മദ്, മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. മുഹമ്മദ് നബിയാണ്, നിന്നിലേക്ക് നിയോഗിച്ച പ്രവാചകനാണു ഞാൻ. എന്താണ് നിങ്ങൾ എൻ്റെ തുലാസിലേക്ക് വച്ചത്? ബി അബി അന്ത വ ഉമ്മി യാ റസൂലല്ലാഹ്, മാ അഹ്സന വജ്ഹക വ അഹ്സന ഖൽഖക. നബിയെ, എത്ര സുന്ദരമായ സുമുഖമായ മുഖശോഭയോടുകൂടെ അവിടുന്ന് വന്ന് എൻ്റെ മീസാനിൻ്റെ തിന്മയുടെ തുലാസിൽ അവിടുന്ന് എന്താണ് വെച്ചത് നബിയേ? അവിടുന്ന് പറഞ്ഞു, അത് നീ എൻ്റെ പേരിൽ ചൊല്ലിയ സ്വലാത്താണ്. എൻ്റെ ചോരിൽ എൻ്റെ പേരിൽ നീ നൽകിയ സ്വലാത്താണ്. ഫയുൽഖിയ ഫീ കഫത്തിൽ മീസാനി സുബ്ഹാനല്ലാഹ് അൽ യുംനാ അല്ലതി ഫീഹാ ഹസനാതുഹു ഫതർജുഹുൽ ഹസനാത്ത്. ആ മനുഷ്യന്റെ മീസാനിന്റെ തുലാസിൽ ഭാരം വർദ്ധിക്കുകയാണ്. പ്രതിസന്ധിയിലകപ്പെട്ട് വളരെ നിരാശപ്പെടുന്ന ഒരു സമയമാണ് മീസാനിന്റെ സമയം. മീസാനിന്റെ തുലാസിൽ ഒരാൾക്ക് ഭാരം, നന്മയുടേത് ഭാരം വർദ്ധിച്ചില്ലെങ്കിൽ അയാൾക്ക് വലിയ തോൽവിയാണ്. നന്മയുടെ തുലാസിൽ ഭാരം വർദ്ധിക്കാത്തവൻ നരകത്തിലേക്ക് പോകാൻ, നരകം അവിടെ അലറി വിളിക്കുകയാണ്, നരകം അവനെ വിളിക്കുകയാണ്. അല്ലാഹുവേ, എന്നിലേക്ക് അവനെ നീ വലിച്ചെറിയ പടച്ചവനെ എന്ന് നരകം പറയുകയാണ്. അങ്ങനെ അയാൾ ആ വിളിയാളം കേട്ടു നിൽക്കുമ്പോഴാണ് ആരംഭപ്പൂവായ നബിതങ്ങൾ അയാളാ നബിയുടെ മേലിൽ ചൊല്ലിയ സ്വലാത്തുമായി അയാളെ സഹായിക്കാനെത്തിയത്. സഹോദരങ്ങളെ, ഇത് സ്വലാത്തിന്റെ മഹത്വമാണ്. അതുകൊണ്ട് ദുനിയാവിൽ ജയിക്കണോ, ആഖിറത്തിൽ ജയിക്കണോ, സ്വലാത്ത്. ധാരാളം പദവികളാണ് നമുക്ക് സ്വലാത്ത് കൊണ്ടുതരുന്നത്. നബിതങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നതാണ്. 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു 100 സ്വലാത്ത് ചെയ്യുന്നതാണ്. 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 സ്വലാത്ത് അല്ലാഹു അവൻ്റെ മേൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാളുണ്ടോ? ആരെങ്കിലും പതിവായി 100 സ്വലാത്ത്, അദ്മി സ്വലാത്ത് അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത് അലൻ നബി മുഹമ്മദി. സ്വലാത്തിനൊരു പ്രത്യേകത. എന്താണ് സ്വലാത്തിന്റെ പ്രത്യേകത? അല്ലാഹു സ്വലാത്ത് തള്ളുകയില്ല. എന്താണ് സ്വലാത്ത് ഇങ്ങനെ കബൂലാകാനുള്ള കാരണം? എന്താണ്? നമ്മൾ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അള്ളാഹുവിനോട് പറയുന്നത്, അല്ലേ? പക്ഷേ സ്വലാത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളല്ല പറയുന്നത്. അള്ളാഹുവോട് പറയുന്നത് നമ്മൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യമാണ്. അള്ളാഹുവോട് നമ്മൾ പറയുന്നത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യമാണ്. ഏതാണ് മുത്തുനബി? ഏതാണ് അള്ളാഹു? ആർക്കും തടയാനാകാത്തവനെ അല്ലാഹു റബ്ബുൽ ആലമീൻ. കിട്ടാൻ എല്ലാം കൊണ്ടും യോഗ്യനായവരെ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ,
പുന്നാര നബി തങ്ങൾക്ക് നീ ഗുണം ചെയ്യണമേ, നീ രക്ഷ ചൊരിക്കണമേ. ഇതാണ് ദുആ. ഈ ദുആ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയല്ല അവിടെ ദുആ ചെയ്തത്. വാസ്തവത്തിൽ സ്വലാത്തിന്റെ ലക്ഷ്യം അത് നമുക്ക് വേണ്ടിയാണ്. പക്ഷേ സ്വലാത്തിൽ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനോട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും ചൊരിക്കണേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അതാരോടാണ് നടത്തുന്നത്? അള്ളാഹുവോട്. ആർക്കു വേണ്ടിയാണ് നടത്തുന്നത്? പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. കൊടുക്കുന്നതിനൊരു തടസ്സവുമില്ലാത്ത അള്ളാഹുവിനോട് വാങ്ങാൻ യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാത്ത മുത്തുനബിക്ക്, പുന്നാര നബി തങ്ങൾക്ക് അത് വാങ്ങാൻ എല്ലാം കൊണ്ടും അർഹതയുള്ളവരാണ്. നമ്മൾ നിസ്കാരത്തിൽ പറയുന്നു വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാ വൽ അർളി സ്വയ്യറനി ഹനീഫൻ മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസൂകി തുമ്മാ മഹ്യായ വമമാതി ലകല്ലാഹുമ്മാ. അല്ലാഹുവേ എൻ്റെ ജീവിതം നിനക്കാണ്, എൻ്റെ മരണം നിനക്കാണ്, എൻ്റെ സുഹൃതങ്ങൾ നിനക്കാണ്, എൻ്റെ എല്ലാം നിനക്കാണ്. പടച്ചവന്റെ മുന്നിൽ 5 നേരവും നിസ്കാരത്തിന് വന്നിട്ട് ഉമ്മ, പെങ്ങളെ, ചെറുപ്പക്കാരാ, എൻ്റെ ഹൃദയമുള്ള ഉപ്പ, പടച്ചവനോട് നമ്മൾ പറയുകയാണ്, എൻ്റെ ജീവിതം റബ്ബേ നിനക്കാണ്, എൻ്റെ അമലുകൾ റബ്ബേ നിനക്കാണ്, എൻ്റെ മരണവും റബ്ബേ നിനക്കാണ്. വാസ്തവത്തിൽ നമ്മൾ പടച്ചവന് വേണ്ടിയാണോ ചെയ്യുന്നത്? നമ്മുടെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെതിരാണ്, നമ്മുടെ എന്തെല്ലാം ചിന്തകൾ റബ്ബിനെതിരാണ്. ഒരു ദിവസം പ്രഭാതമായാൽ ആ ദിവസം അസ്തമിച്ച് പ്രദോഷമാകുന്നത് വരെ അള്ളാഹുവിനെതിരായി നമ്മൾ എന്തെല്ലാം ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഒന്ന് നമ്മൾ പറയുകയും, ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ പടച്ചവനോട് പറയും, നമ്മുടെ എല്ലാം നിനക്കാണെന്ന്. എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് നേരെ വിപരീതമാണ്. സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി, സ്വർഗലോകത്തിനു വേണ്ടി ഓടുന്നു ജോറിലായി, ചെയ്യുന്നതോ എതിരായി. അള്ളാഹുവിനെതിരായിട്ടാണ് നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്നു, ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി എന്ന് നമ്മൾ വാദിക്കുന്നു. പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവനും ആ സ്വർഗത്തിൽ പോകുന്നതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ. എന്നാൽ സ്വലാത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇതൊന്നും അവിടെ കടന്നു വരുന്നില്ല. അള്ളാഹുവിനോട് നമ്മൾ പുന്നാര നബി തങ്ങൾക്ക് ഗുണം ചെയ്യണേ എന്ന് പറയുന്നു. ആ ഗുണങ്ങൾ നേടാൻ ഏറ്റവും യോഗ്യരായവരാണ് മുത്തുനബി. എന്നാൽ ഞാൻ നിസ്കരിക്കുന്നു, എൻ്റെ നിസ്കാരം അള്ളാഹു കബൂലാക്കാൻ എനിക്ക് എന്തു യോഗ്യത? ഞാനൊരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്ന കാര്യം ഒന്നുകിൽ അള്ളാഹു സ്വീകരിക്കാം, അല്ലെങ്കിൽ അള്ളാഹു തള്ളിക്കളയാം. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എനിക്ക് ചില യോഗ്യതകൾ വേണ്ടേ? പക്ഷേ സ്വലാത്തിന്റെ കാര്യത്തിൽ അത് കൊടുക്കാൻ എല്ലാം കൊണ്ടും അർഹനായ അള്ളാഹു, അത് സ്വീകരിക്കാൻ എല്ലാം കൊണ്ടും അർഹരായ മുഹമ്മദ് മുസ്തഫ, അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. അങ്ങനെ ഒരാൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്, അള്ളാഹു അവന്റെ മേൽ സ്വലാത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹു സ്വലാത്ത് ചൊല്ലിയാൽ വസ്കനഹുല്ലാഹു മഅശ്ശുഹദാ. ശ്രദ്ധിച്ച് കേൾക്കണേ. വസ്കനഹുല്ലാഹു മഅശ്ശുഹദാ. ബദറിന്റെ രണഭൂമിയിൽ, ഉഹദിന്റെ രണഭൂമിയിൽ, ഖന്തക്കിന്റെ ഖൈബറിന്റെ പടയോട്ട ഭൂമികളിൽ അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പോരാടി രക്തസാക്ഷികളായ മനുഷ്യന്മാരില്ലയോ? ശുഹദാക്കളില്ലയോ? ആ ശുഹദാക്കളോടൊപ്പം നാളെ ഒരാൾ, ഉമ്മമാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണേ, 100 സ്വലാത്ത് ഒരാൾ പതിവായി ചൊല്ലിയാൽ അയാളെ അല്ലാഹു നാളെ ശുഹദാക്കളോടൊപ്പം താമസിപ്പിക്കുന്നതാണ്. ശുഹദാക്കളുടെ പദവി വലിയ പദവിയാണ്.
ശുഹദാക്കൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ മരിച്ചുപോയവരെന്ന് പറയല്ലേ എന്ന് ഖുർആൻ. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണെന്ന് ഖുർആൻ. അവർക്ക് സമുന്നതമായ പദവികൾ അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. അങ്ങനെയുള്ള ശുഹദാക്കളോടൊപ്പം ഒരാള് പതിവായി അദ്മിസ്സലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി. പതിവായി നീ പുന്നാര നബി തങ്ങളുടെ പേരിൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അതൊരിക്കലും അല്ലാഹു തള്ളിക്കളയില്ല. അല്ലാഹു നിന്റെ മേൽ 1000 സ്വലാത്ത് വർഷിപ്പിക്കുന്നതാണ്. നാളെ അല്ലാഹു നിന്നെ വസ്കനഹുല്ലാഹു മഅശ്ശുഹദാ, ശുഹദാക്കളോടൊപ്പം അവരുടെ കൊട്ടാരങ്ങളിൽ നിനക്ക് അല്ലാഹു താമസമൊരുക്കി തരുമേ. ഫലാ സൗമുൻ യസ്ഹു വലാ സ്വലാത്തു ലിമൻ തറക സ്വലാത്ത അലാ മുഹമ്മദ്. നിസ്കാരത്തിൽ സ്വലാത്തില്ലയോ? നിർബന്ധമായും നമ്മൾ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലും. രണ്ടാമത്തേത് അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലും. കൂടാതെ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. ഒരാൾ നോക്കൂ, അയാൾ ജനാസ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവിടെയും സ്വലാത്തുണ്ട്. സ്വലാത്ത് ചൊല്ലാത്തവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടേ വേണ്ട. നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കാൻ, നമ്മുടെ നിസ്കാരം സ്വീകരിക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം സ്വലാത്താണ്. ഒരാൾ 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ അയാൾ 10 സ്വലാത്ത് പുന്നാര നബി തങ്ങളുടെ പേരിൽ ചൊല്ലുകയാണ്. അപ്പോൾ ഒരാള് സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാളുടെ ആരാധനകൾക്കൊന്നും റബ്ബിന്റെ അടുക്കൽ സ്ഥാനമില്ല. വഇൻ കാനത് ദുനൂബുക ലൈസ തുഹ്സാ. ഉമ്മമാരെ, പെങ്ങന്മാരെ, എൻ്റെ ചെറുപ്പക്കാരെ, ഉപ്പമാരെ, ഞാൻ മറ്റൊന്നും നിങ്ങളോടൊന്ന് പറയുന്നില്ല. എനിക്ക് നൽകിയ വിഷയം സ്വലാത്താണ്. ഞാൻ പറയുന്നത് സ്വലാത്തിന്റെ അളമത്തുകളും മഹത്വങ്ങളുമാണ്. ഈ സദസ്സ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മജ്‌ലിസായിരിക്കും ഈ മജ്‌ലിസ്. ഈ സദസ്സെങ്ങാനും ഒരാള് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ അയാൾ ഖബറിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്, ആഖിറത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ്, ഒരിടത്തും അയാൾ പരാജയപ്പെടില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള മജ്‌ലിസാണ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസ്. നിങ്ങൾ നോക്കൂ, വഇൻ കാനത് ദുനൂബുക ലൈസ തുഹ്സാ തുകഫർ ബിസ്സലാത്തി അലാ മുഹമ്മദ്. പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയവരെ, പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയവരെ നോക്കൂ. ബനൂ ഇസ്രായേലിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ഒരു ദിവസം ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യൻ ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്നു. അയാള് ഏറ്റവും മോശക്കാരെന്നാണ് ജനങ്ങൾ അയാളെ പറ്റി മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മരിച്ചുപോയിട്ട് ആ മരിച്ചുപോയ മനുഷ്യന്റെ ജനാസ ഒന്ന് കാണാൻ ഒരാളും വരുന്നില്ല. അയാളുടെ ജനാസ ഒന്ന് അടക്കം ചെയ്യാൻ ഒരു മനുഷ്യനും വരണില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ജനാസയുടെ അടുത്ത് കുറെ ആളുകൾ കൂടും. അയാളുടെ നാട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷെ നോക്ക്, ഇയാൾ മരിച്ചിട്ട് അയാളുടെ ജനാസയൊന്ന് കാണാൻ ഒരു മനുഷ്യനും വരണില്ല. അയാളുടെ ജനാസ ഒന്ന് സംസ്കരിക്കാൻ ഒരു മനുഷ്യനും വരുന്നില്ല. തിരിഞ്ഞു നോക്കാതെ ഒരു അജ്ഞാത മൃതദേഹം പോലെ കിടന്ന ജനാസ അവിടെ കിടന്നപ്പോൾ അല്ലാഹു ഒന്ന് മൂസാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിലാണ്. മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു, മൂസ നബിയേ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം. അവിടെ ഒരാൾ മരിച്ചു കിടപ്പുണ്ട്. ജനങ്ങൾ അയാളെ പറ്റി വളരെ മോശമായ വർത്തമാനങ്ങൾ പറയുന്നയാളാണ്. അയാളെ
ആളുകൾ വളരെ മോശമേ പറയുള്ളൂ നബിയേ. നിങ്ങൾ അയാളുടെ അടുത്ത് പോണം, അയാളുടെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, അയാളുടെ ജനാസ നിങ്ങൾ നിസ്കരിക്കണം, അയാളുടെ ജനാസ നിങ്ങൾ അടക്കം ചെയ്യണം. മൂസ നബിയേ, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മരണപ്പെട്ട് കിടക്കുന്ന ബനൂ ഇസ്രായേല്യരിലെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനെന്ന് ജനങ്ങൾ പറഞ്ഞ ആളിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളുടെ ജനാസ കുളിപ്പിക്കുകയാണ്, അയാളുടെ ജനാസ കഫം പുടവ ധരിപ്പിക്കുകയാണ്, അയാളുടെ ജനാസ സംസ്കരണം നടത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളുടെ ജനാസ സംസ്കരണം നടത്തുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ നാലുപാട് നിന്ന് ഓടി വരികയാണ്. കാരണം എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയൊരു മനുഷ്യന്റെ ജനാസ അത് സംസ്കരിക്കാൻ ആ കാലത്തെ പ്രവാചകൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത? ഇദ്ദേഹം ഏറ്റവും മോശപ്പെട്ട മനുഷ്യനല്ലായിരുന്നുവോ എന്നിങ്ങനെ ജനങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ ജനാസയുടെ ചുറ്റും ജനങ്ങൾ കൂടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനാസ അടക്കം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, നാഥാ, ഇതിന്റെ രഹസ്യം എനിക്ക് അറിയിച്ചു തരണേ അല്ലാ. ജനങ്ങളെല്ലാവരും മോശക്കാരനാണെന്ന് പറയുന്ന ഈ മനുഷ്യനെ എന്തിനാണ് എന്നെ കൊണ്ട് നീ അയാളുടെ ജനാസ കുളിപ്പിച്ചത്, ജനാസ കഫം പുടവ ധരിപ്പിച്ചത്, ജനാസ സംസ്കരിപ്പിച്ചത്? അന്നേരത്ത് അല്ലാഹു പറയുകയാണ്, ഓ മൂസ നബിയേ, അയാളൊരു മോശപ്പെട്ട മനുഷ്യനൊക്കെ ആയിരുന്നു, ശരിയാണ്. ഒരു ദിവസം അയാൾ തൗറാത്ത് എടുത്തു മറിച്ചു നോക്കിയപ്പോൾ ആ തൗറാത്തിന്റെ അകത്തളത്തിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേര് കണ്ടു. മൂസ നബിയേ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലായി നിവൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൂസ നബിയോട് അല്ലാഹു പറയുകയാണ്, ഒരു ദിവസം അയാൾ തൗറാത്ത് എടുത്തു മറിച്ചു. അതിൽ അന്ത്യപ്രവാചകന്റെ വരവിനെ പറ്റി പരാമർശമുണ്ട്. മുഹമ്മദ് എന്ന പേരയാൾ കണ്ടു. ആ പേരയാൾ കണ്ടപ്പോൾ ആ പേരിൽ അയാളൊരു മുത്തം കൊടുത്തു. ആ പേരിനൊപ്പം അയാളൊരു സ്വലാത്ത് ചൊല്ലി. ആ സ്വലാത്ത് ഞാനങ്ങ് സ്വീകരിച്ചു നബിയേ. ഇതാണ് സ്വലാത്ത്. സ്വലാത്ത് വളരെ മഹത്വമുള്ളതാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വമുള്ളതാണ് സ്വലാത്ത്. നാളെ പരലോകത്ത് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, മൂസാ നബിയെ, അല്ലാഹു മൂസാ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബിയെ, മഹ്ശറയിൽ നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ എന്താണ് മാർഗമെന്നു ഞാൻ പറഞ്ഞു തരട്ടെ. നിനക്കാഗ്രഹം ഉണ്ടോ? അതിനുടൻ അവരുടെ മറുപടി പറയുന്നതായി ഉണ്ടെന്റെ റബ്ബേ മറുപടി. അല്ലാഹുവേ, പറഞ്ഞാലും നാളെ പരലോകത്ത് ദാഹിക്കാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ച മൂസ നബിയോട് പറഞ്ഞാലും പടച്ചവനെ, പറഞ്ഞാലും പടച്ചവനെ. എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ. നാളെ പരലോകത്ത് ദാഹിക്കാതിരിക്കണോ? എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി തങ്ങളിൽ
ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ. പ്രവാചകനായ മൂസ നബിയെ, നിങ്ങൾക്ക് പുന്നാര നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നാളെ പരലോകത്ത് ദാഹമില്ല, ദാഹമില്ല, ദാഹമില്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൽ ദിവസത്തിൻ്റെ 4-1 അവിടുത്തെ പേരിൽ ഞാൻ സ്വലാത്താക്കട്ടെ നബിയേ. ഉബയ്യ് ഇബ്നു കഅബ് എന്ന സ്വഹാബി വന്നിട്ട് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ ദിവസത്തിൽ 4-1 സമയം അവിടുത്തേക്ക് വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ. വമാ ശിഅത വഇൻ സിത്ത ഖൈറുൽ ലക്. ഉബയ്യേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വർദ്ധിപ്പിച്ചോ, വർദ്ധിപ്പിച്ചോ, നിനക്കത് ഖൈറാണ് ഉബയ്യേ. അന്നേരത്ത് ചോദിച്ചു, 4-2 സ്വലാത്താക്കട്ടെ നബിയേന്ന്. ഇൻശിഅത മാ ശിഅത വഇൻ സിത്ത ഖൈറുൽ ലക്. നീ ഇനിയും അധികരിപ്പിച്ചാൽ നിനക്കത് ഖൈറാണ് ഉബയ്യേ. വീണ്ടും ആ സ്വഹാബി ചോദിച്ചു, ഞാൻ 4-3 സ്വലാത്താക്കട്ടെ എന്ന്. മാ ശിഅത വഇൻ സിത്ത ഖൈറുൽ ലക്. നീ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നിനക്കത് ഖൈറാണ് ഉബയ്യേ. അന്നേരത്താ സ്വഹാബി പറഞ്ഞത് കേട്ടോ, യാ റസൂലല്ലാഹ്, എൻ്റെ ഫർളായ കർമ്മങ്ങൾ ഒഴിച്ചുള്ള സമയം, ജീവിതത്തിൻ്റെ മുഴുവനും എൻ്റെ എല്ലാ സമയവും ഞാൻ സ്വലാത്ത് ചൊല്ല, സ്വലാത്ത് ചൊല്ലട്ടെ, സ്വലാത്ത് ചൊല്ലട്ടെ. ഇദന്നക ഫീക അല്ലാഹു ഹമ്മക വയഗ്ഫിറു ലക ദംബക. നിനക്ക് മനസമാധാനമുണ്ടാകും ഉബയ്യേ, നിനക്ക് ടെൻഷൻ ഉണ്ടാകൂല. കച്ചവടത്തിൽ ടെൻഷനാണോ? മക്കളുടെ കാര്യത്തിൽ ടെൻഷനാണോ? പരീക്ഷയുടെ കാര്യത്തിൽ ടെൻഷനാണോ? ദുനിയാവിൻ്റെ കാര്യത്തിൽ ടെൻഷനാണോ? ഖബറിൻ്റെ കാര്യത്തിൽ ടെൻഷനാണോ? ആഖിറത്തിൻ്റെ കാര്യത്തിൽ ടെൻഷനാണോ? നിങ്ങളേതെല്ലാം വിഷയങ്ങളിൽ നിങ്ങൾക്ക് ടെൻഷനുണ്ട്, ടെൻഷൻ അടിക്കണ്ട. ഇദന്നക ഫീക അല്ലാഹു ഹമ്മക വയഗ്ഫിറു ലക ദംബക. നിങ്ങളുടെ ടെൻഷൻ മാറാൻ പുന്നാര നബിയുടെ പേരിൽ ധാരാളം 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 സ്വലാത്ത് ചൊല്ലുവീൻ. നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഒരു ഗ്ലാസ് പോലെ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള, ഒരു മനോഹരമായ മരതകം പോലെ, ഒരു വജ്രം പോലെ ഹൃദയം തിളങ്ങണോ? സ്വലാത്ത്, സ്വലാത്ത്, അത് അല്ലാഹു റബ്ബുൽ ആലമീൻ പുന്നാര നബി തങ്ങൾക്ക് വേണ്ടി നൽകിയതാണ്. മൻ സ്വല്ലാ അലയ്യ മിഅത സ്വലാ ഫീ കുല്ലി യൗമിൻ ഖളല്ലാഹു മിഅത ഹാജ. ഹദീസാണിത്. 70 ലിഉഖറാ 30 ലിദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 100 സ്വലാത്ത് ഒരാൾ എൻ്റെ മേൽ പതിവായി ചെയ്താൽ അയാൾക്ക് അല്ലാഹു 100 കാര്യങ്ങൾ വീട്ടി കൊടുക്കും. 70 ആഖിറത്തിന്റെ കാര്യങ്ങൾ, 30 ദുനിയാവിന്റെ കാര്യങ്ങൾ. നോക്കൂ, 70 ആഖിറത്തിന്റെ കാര്യങ്ങൾ, 30 ദുനിയാവിന്റെ കാര്യങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹാ വമവാതീനിഹാ അക്തറുഹും അലയ്യ സ്വലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ്, നിങ്ങൾ ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പേരിൽ ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലുവീൻ. പാപങ്ങൾ വർദ്ധിച്ചവരെ, സ്വലാത്ത്, പുന്നാര നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ.
ആ സ്വലാത്ത് നമ്മുടെ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയും. നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാകും, ആഖിറത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇമാം ഹസനുൽ ബസരി തങ്ങളെ അറിയുമോ? ഹസനുൽ ബസരി ഒരിക്കൽ ആ മഹാന്റെ അടുക്കൽ ഒരു ഉമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എൻ്റെ മോള് മരിച്ചുപോയ മോളെ ഒന്ന് കാണാൻ, ഒന്ന് സ്വപ്നം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങളെ. ഹസനുൽ ബസരി തങ്ങൾ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട മഹാനാണ്. അവിടുന്ന് പറഞ്ഞു, മോളെ, നീ ഇന്നാലിന്ന കർമ്മങ്ങൾ ചെയ്താൽ മരണപ്പെട്ടു പോയ നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിനക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുകയാണ്. മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ തദ്കിറയിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂസുഫുൻ നബഹാനി തങ്ങൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസരി തങ്ങൾ ആ ഉമ്മയോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ ഉമ്മ മടങ്ങിപ്പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ മാതാവ് മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഓ തങ്ങളെ, എനിക്ക് ആ മോളെ കാണണ്ടായിരുന്നു, എനിക്കെന്റെ മോളെ സ്വപ്നം കാണണ്ടായിരുന്നു. കാരണം ഞാൻ അവളെ സ്വപ്നം കണ്ടു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ മോളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. പക്ഷേ അവൾ അദാബിലാണ്, അവൾ ശിക്ഷ അനുഭവിക്കുന്നതിലാണ്. എന്നാൽ ഹസനുൽ ബസരി തങ്ങൾ അതേ ഉമ്മാനെ സമാശ്വസിപ്പിച്ച മകൾക്ക് വേണ്ടി ദുആയിരപ്പിച്ച് പറഞ്ഞു വിടുകയാണ്. ഹസനുൽ ബസരി തങ്ങൾ പിറ്റേന്ന് ആ പൊന്നുമോളെ സ്വപ്നത്തിൽ കാണുകയാണ്. ഹസനുൽ ബസരി തങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ ചോദിച്ചു, നീ ആരാണ്? ഒരു സ്വർഗത്തിൽ ഉലാത്തുന്നൊരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനോട് ചോദിച്ചു, നീ ആരാണ്? പെണ്ണ് പറഞ്ഞു, ഇന്നലെ എൻ്റെ ഉമ്മ നിങ്ങളുടെ അടുത്ത് വന്നില്ലേ തങ്ങളെ, നരകക്കാരിയായ ഒരു മോളെ പറ്റി പരിഭവം പറഞ്ഞുകൊണ്ട് ഒരു മാതാവ് നിങ്ങളുടെ അടുക്കൽ വന്നില്ലേ തങ്ങളെ, ആ മാതാവിൻ്റെ മോളാണു ഞാൻ. പക്ഷേ നീ സ്വർഗത്തിലാണല്ലോ, നീ ഇപ്പോൾ സ്വർഗത്തിലാണല്ലോ. അന്നേരത്ത് ആ പെണ്ണ് പറയുകയാണ്, ഹസനുൽ ബസരി തങ്ങളെ, ഇന്നലെ മർറ റജുലുൻ സാലിഹുൻ ഫസല്ലാ സ്വലാത്തൻ വാഹിദാ, ഇന്നലെ ഞങ്ങളുടെ ഖബർസ്ഥാനിൻ്റെ അടുത്തുകൂടെ, ഞങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന ഖബറാളികളുടെ അടുക്കൽ കൂടെ ഒരു സ്വാലിഹായ മനുഷ്യൻ നടന്നു പോയി. അയാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നു പോയി. ആ സ്വലാത്തിനെ ഖബറാളികൾക്ക് മേൽ ഹദിയ ചെയ്തു പോയി. അന്നേരം മുതൽ അല്ലാഹു ആ ഖബറാളികൾക്ക് പുറത്തു കൊടുത്തു തങ്ങളെ. സ്വലാത്ത് എന്തുമേൽ മഹത്വമാണ് സ്വലാത്ത്. പാപങ്ങളെല്ലാം കഴുകിക്കളയും സ്വലാത്ത്. ഫമാ തതളഅഫുൽ ഹസനാതു ഇല്ലാ ബിതക്റാരി സ്വലാത്തി അലാ മുഹമ്മദ്. സ്വലാത്തിനുള്ള ഗുണം മറ്റൊന്നിനുമില്ല.